ഫെമിനിച്ചി ഫാത്തിമ എന്ന ഫിലിമിന്റെ ഡയറക്ടറാണ് ഫാസിൽ മുഹമ്മദ്. വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് മൂവി. ബിക്കോസ് വളരെ ലൈറ്റ് ആയിട്ട് ഒരു സെൻസിറ്റീവ് ടോപ്പിക്കിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി വാച്ചിങ് ഇറ്റ്. അപ്പം ഇങ്ങനെ ഒരു സ്റ്റോറി ആദ്യം പിച്ച് ചെയ്ത സമയത്ത് എന്തായാലും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കല്ലോ. ബിക്കോസ് അതൊരു റിലിജനെ കുറിച്ചും അതിലെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കണക്റ്റഡ് ആണ്. സോ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള പേര് ഇടുമ്പോ തൊട്ടേയുള്ള ഒരു ടെൻഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്ത് തുടങ്ങി. ഞാനിപ്പോ എന്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ ഇൻസിഡന്റിൽ നിന്നാണ് ഞാൻ കഥ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള പേര് ഇടുമ്പോ തന്നെ അവിടുന്ന് തുടങ്ങിയിട്ട് ഇതിന്റെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആ പേരിലുള്ള ഒരു സംഭവം എടുക്കുന്നുണ്ട്. ഇത് എന്റെ ലൈഫിൽ നിന്ന് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് തുടങ്ങുന്നത്. അതായത് ഞാനൊരു പെങ്ങളെ വീട്ടിൽ ഒരു ദിവസം നിൽക്കാൻ പോയിട്ട് രാവിലെ ഞാൻ ഇങ്ങനെ പകുതി ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുക സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ താത്താന്റെ വർത്താനം ചീത്ത പറയാ. താത്താന്റെ മൂത്ത കുട്ടി ഇതുപോലെ ബെഡിൽ മൂത്ര വെച്ചിട്ട് ഫോണിന്റെ അടുത്ത് ഞാൻ താത്ത ഇങ്ങനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് രണ്ട് വാക്കുകൾ താത്ത പറഞ്ഞ എന്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങിയിരുന്നു. അതായത് മൂത്ത തട്ടിക്കാണ്ട് കൊണ്ടുവെക്കുന്ന ബെഡായിരുന്നു, ഇതിന് മണം പോവില്ല. പിന്നെ ഞാൻ അങ്ങനെ മൈൻഡ് ഇങ്ങനെ കെടുക്കുന്നുണ്ട്. പിന്നെ നേരെ എണീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വരുമ്പോ താത്ത ഈ ബെഡൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് നേരെ പുറത്ത് പോകുന്നു. എന്നിട്ട് രണ്ട് കസേരൊക്കെ വെച്ച് അതിന്റെ മേലെ ബെഡ് ഇങ്ങനെ വിരിച്ചിടുന്നു. അത് കണ്ടപ്പോ ഞാൻ ഇങ്ങനത്തെ വിഷയം കുറെ മുന്നേ കണ്ടുള്ളതാണ്. എന്റെ ഉമ്മ ഇങ്ങനെ ചെയ്ത് കണ്ടുള്ളതാണ്. ഈ പഞ്ഞി ഉണക്കാനൊക്കെ അങ്ങനെയൊക്കെ കണ്ടുള്ള. പക്ഷെ ഈ കണ്ടപ്പോ ഇതും കണ്ടു. പിന്നെ ഞാൻ ഡയലോഗും ഇങ്ങനെ മനസ്സിൽ കിടുന്നുണ്ടെങ്കിൽ പിന്നെ മുപ്പത്തി ഭയങ്കര വിഷമത്തിലാണ് ചെക്കൻ മൂത്രം ചെയ്തിട്ടോ. അപ്പൊ എനിക്ക് അവരൊരു ബുദ്ധിമുട്ടും ഇടങ്ങാറൊക്കെ ഇങ്ങനെ മനസ്സിലായി. പിന്നെ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് അനാചാരങ്ങൾ അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് ധരിക്കുന്ന കുറെ ആൾക്കാർ അല്ലെങ്കിൽ കുറെ പേര് പറ്റിക്കപ്പെടുന്നുണ്ട് മതത്തിന്റെ പേരിൽ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്ന് പ്രതികരിക്കണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താ പറയുക എത്ര മണ്ടന്മാരാണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോ അത്തരം കാര്യങ്ങളൊന്ന് പ്രതികരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂടിയിട്ട് ഇതിൽ പ്ലേസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു പിന്നെ എന്റെ ലൈഫിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അതിനെ ചെയ്തത്. ഈ ഫെമിനിച്ചി എന്നുള്ള വാക്കിനെ ഞാനത് ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തുള്ളൂ ഫെമിനിച്ചി എന്നുള്ള വാക്കിന്. അപ്പൊ ആ പോസിറ്റീവ്നെസ് നിർത്തിക്കൊണ്ട് ആ പേരിന് ഒരു ഇത് കൊടുക്കണം എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. പിന്നെ എനിക്ക് ഈ ടെൻഷൻ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു വേറെ പ്രശ്നങ്ങളിലോട്ട് വരുമോ എന്നുള്ള ടെൻഷൻ ഒരു പരിധിവരെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ പൊന്നാനിലാണ് ഷൂട്ട് ചെയ്യണത്. പൊന്നാനിയിൽ ഇതുപോലെ കുറെ ഫാത്തിമമാരുടെ ഇടയിൽ ഒരു വലിയൊരു മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ നടു നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യണത്. ഇതിന് ചുറ്റും ഇതിന്റെ ഒപ്പം നിൽക്കുന്നതൊക്കെ താത്തന്മാരാ. നമ്മൾ വളരെ ലേറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തത്. 5 പേര് ഞങ്ങൾ കൂടുതലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള സഹായിക്കുന്ന ആൾക്കാരും ഫുഡ് വെച്ച് തരുന്ന താത്തന്മാരും എല്ലാരും താത്തന്മാരാ, ഇതുപോലത്തെ ഫാത്തിമമാരാ. അപ്പൊ ഇവരുടെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനൊരു സീൻ ഇപ്പൊ ഇതുപോലത്തെ ഒരു സീൻ ഒരു മൗലികമായിട്ടുള്ള സീനുണ്ട്. അപ്പൊ അതൊരു ആക്ഷേപാതി സീനാണ്. ഈ സീൻ ഞാൻ ഷൂട്ട് ചെയ്യണം. ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ജൂനായിട്ട് കുറച്ച് താത്തമാർ ഇരിക്കണം. ഞാൻ ഇവിടുത്തെ താത്തമാരെ വിളിച്ചിട്ട് എത്തിയത് നിങ്ങൾ വരുന്ന പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും എല്ലാവരും പറഞ്ഞു ഞങ്ങൾ മുഖം കാണിക്കരുതിട്ടാണ്. ഞാൻ ഇല്ല മുഖമൊന്നും കാണിക്കില്ല, നിങ്ങൾ ക്യാമറ ബാക്കിൽ ഉണ്ടാവുള്ളൂ, ആരെ മുഖം കാണണ്ട വെച്ചത്. അങ്ങനെ എല്ലാവരും വന്നിരുന്നപ്പോ ആ സീനോടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവര് ചിരിക്കുക ചെയ്യണേ. കാരണം എന്താ ഇത് നമുക്ക് പറ്റിയ മണ്ടത്തരമാണല്ലോ, എനിക്ക് ഇങ്ങനെ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവരത് റിയലൈസ് ചെയ്തിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ഇവർക്കത് തിരിച്ചറിയപ്പെടും, ഇവരത് തിരുത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ മണ്ടത്തരം പറ്റിയല്ലോ എന്നൊക്കെ അവർ തിരിച്ചറിയുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് പിന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓരോ സീന് ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ഈ താത്തമാരെ മുഖത്ത് നോക്കും. ഇവരെ റിയാക്ഷൻ എന്താ, അവരൊക്കെ ആസ്വദിക്കുകയും ഇവര് അതിനെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് വേറെ രീതിയിലോട്ട് പിന്നെ എന്റെ വീട്ടുകാര് പടം കണ്ട്, ഉമ്മ കണ്ട്, താത്തണ്ട്, ഇവരൊന്നും ഇതിനകത്തൊന്നും പറഞ്ഞില്ല. എല്ലാരും എല്ലാം നമ്മൾ കാണും. പക്ഷെ നമ്മൾ നോർമലൈസ് ചെയ്യപ്പെടുന്നില്ലേ ഈ കാര്യങ്ങൾ? ഓക്കെ, പേട്രിയാർക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം, പക്ഷെ നമ്മൾ നോർമലൈസ് ചെയ്യപ്പെടാണ്. ഇപ്പം ഈ ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഐ തിങ്ക് ഒരുപാട് സ്ത്രീകൾക്ക് ഇതിപ്പോ കാണാൻ പോലുള്ള ഒരു മീഡിയം ഇല്ല. അവര് പുറത്തു പോയി തിയേറ്ററിലൊന്നും പോകുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പൊ ഇപ്പോഴും വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റ് കിട്ടാത്ത സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ഈ ഒരു എംപവറിംഗ് മൂവി വരുമ്പോൾ റിലീജിയനെ കണക്ട് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ബട്ട് യു ഡിഡ് നോട്ട് സ്ലാം ദ റിലീജിയൻ. അതെങ്ങനെയാണ് ആൾക്കാർ മിസ്ഇന്റർപ്രറ്റ് ചെയ്തത് എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു വിമർശനങ്ങൾ എങ്ങനെയായിരുന്നു നേരിട്ടത്? എനിക്ക് അത്തരത്തിൽ വിമർശനം വന്നിട്ടില്ല. ഐ ഹേർഡ് ദാറ്റ് ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ കണ്ണാൾ എന്റെ അടുത്ത് പറയണ എന്താ അറിയാം,
ഇതൊരു ഇസ്ലാം മതത്തിന്റെ കഥ അല്ല, അല്ല. ഒരു കമ്മ്യൂണിറ്റിയുടെ കഥ അല്ല, ഇത് എല്ലാരും കമ്മ്യൂണിറ്റിയിലുള്ള ഇതാ. അത് ഞാൻ പറയുന്നതല്ല, അത് എന്റെ മുസ്ലിം കമ്മിറ്റിയിലുള്ള ആളുകൾ പറയുന്നത്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ പറയുന്നത്. അതെ. പിന്നെ അപ്പൊ ഇവരത് പിന്നെ ഞാനിത് എന്തുകൊണ്ട് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ ചെയ്തു, എന്റെ കമ്മ്യൂണിറ്റിയിൽ ചെയ്തു വെച്ചാൽ എനിക്ക് പരിചയമുള്ള പരിസരം അതാണ്. Okay. അപ്പൊ ഞാൻ എന്റെ ഉമ്മാനെ ഇതുപോലെ ഞാൻ നാലഞ്ചോളം എന്റെ ഉമ്മയൊക്കെ എന്റെ വീട്ടിൽ മൊത്തം സ്ത്രീകളാണ്. Yeah. ഇവരിടയിൽ ഇരുന്നിട്ട് ഞാൻ Okay. അപ്പൊ എനിക്ക് അറിയാലോ. അപ്പൊ ഞാൻ ആ കമ്മ്യൂണിറ്റി ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ വേറെ കമ്മ്യൂണിറ്റി ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. And there were visible dialogues. അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ആ പ്ലോട്ട് നോക്കാൻ വരുന്ന സമയത്തൊക്കെ അതെങ്ങനെയാണ് ആൾക്കാർ റിലിജനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തതാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഈ സ്ത്രീകളാണ് ഈ എല്ലാ മതത്തിലും ഈ അനാചാരങ്ങള് അതിന്റെ ഏറ്റവും അലമ്പായിട്ടുള്ള അവസ്ഥകൾ അനുഭവിക്കുന്നത് കൂടുതൽ സ്ത്രീകളാണല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ആളുകൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഒരു മാൻ ഇങ്ങനെ ഒരു മൂവി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇതിനെ കുറിച്ച് അവെയർ അല്ലാത്ത മെൻ തന്നെ ഉണ്ട്. അതായത് ഫെമിനിസം എന്ന് പറയുമ്പോൾ എന്തോ ടെററിസം എന്ന് പറയുന്ന മാതിരി അതിനെ കാണുകയും അല്ലെങ്കിൽ അത് വേറെന്തോ എന്ന രീതിയിലുള്ള ചിന്തിക്കുകയും ചെയ്യുന്ന ആ ഒരു തരം പുരുഷന്മാരോട് എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? മൂവി തന്നെ മെസ്സേജാണ് ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാണിച്ചിട്ടുള്ളത്. അതൊരു ഫെമിനിസം, തുല്യത, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാണ് ഫാത്തിമയിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഫാത്തിമക്ക് എന്തും ചെയ്യാം. അതായത് ഫാത്തിമക്ക് ശരിയാന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇടമാണ് ഫാത്തിമ ഈ ഫാത്തിമയിൽ സിനിമയിൽ അവസാനം നേടിയെടുക്കുന്നത്. അതാണ് ഫെമിനിസം എന്നാണ് എന്റെ ബേസിക്കൽ. അതായത് ഏറ്റവും സ്ത്രീക്ക് ആദ്യം വേണ്ട ഇപ്പൊ ഫാത്തിമയിൽ ചെയ്ത സംഭവമാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാം. പിന്നെ ഇപ്പൊ ഈ ഒരു പടം കണ്ട ഒരാളിന്റെ അടുത്തെന്ന് പറഞ്ഞ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെ അല്ലെങ്കിൽ ആണുങ്ങൾ തന്നെ കൈയടിക്കപ്പെടുന്ന സിനിമ. പിന്നെ സ്ത്രീകൾക്ക് അപ്പുറത്ത് ആണുങ്ങൾ ഇതിന് കൈയടിക്കുന്നുണ്ട്. അതൊക്കെ അവര് ഞാൻ ഇന്നലെ തിയേറ്ററിൽ പടം കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഒരു ചെറിയ പയ്യൻ, ഒരു 6-7 വയസ്സുള്ള ഒരു പയ്യൻ, ഉസ്താദ് ഇങ്ങനെ തിരിച്ചു ഇങ്ങനെ സ്വിച്ച് ഇടണ്ടല്ലോ, സ്വിച്ച് ഇടുന്ന ഇവന് എന്നിട്ട് കൈയടിക്കുക. ഞാൻ നിർത്താണ്ട് കൈയടിക്കാം. അപ്പൊ ഇവന്റെ അപ്പുറത്തുള്ള ഉമ്മ ഇവന്റെ അച്ഛനമ്മ കൈയെ പിടിച്ചിരുന്നിട്ട് ഇപ്പൊ വീണ്ടും കഴിച്ചോണ്ടിരിക്കും. അത് കണ്ടപ്പോ ഭയങ്കര അതിന്റെ അപ്പുറത്തെ എനിക്ക് ആ സ്വിച്ച് ഇട്ടപ്പോ അത് റിയലൈസ് ചെയ്ത് ഇവൻ ഈ പയ്യന് മനസ്സിലായി എന്ത് ഇത് ഇങ്ങനെയല്ല, ഇതാണ് ഇതിന്റെ ശരിയാണ്, ഞാൻ എന്റെ കാര്യമാണ്. ആ പയ്യന് മനസ്സിലായതുകൊണ്ട് അവനെ കൈയടിച്ചതാ. അതാര് കഴിച്ചു, ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതുപോലെ തിരിച്ചറിവുകൾ എന്തായാലും ഈ ആണുങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുള്ളതാണ്. അവരിതിനെ ഡെഫിനറ്റ്ലി പോസിറ്റീവായിട്ട് എടുക്കാന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ഇപ്പം ഇങ്ങനത്തെ ഫിലിം ഇപ്പം ജോ ബേബിന്റെ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉണ്ട്, അതിലും ഒരു സിമിലർ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പോലും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഇപ്പോഴും നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. അങ്ങനെ നമ്മളിപ്പൊ ഞാൻ ഫാത്തിമ എടുത്തത് എന്റെ കമ്മ്യൂണിറ്റിയിൽ ഭയങ്കരമായിട്ട് വളർച്ച സംഭവിച്ചുള്ളതാണ്. നമ്മളെ കമ്മ്യൂണിറ്റി സ്ത്രീകൾ പ്രത്യേകിച്ച്. അപ്പോ എന്റെ പടത്തിൽ തന്നെ ഫർദട്ട എഞ്ചിനീയർ വരുന്നത്, അവിടെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ വരുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് മുസ്ലിം സ്ത്രീകൾ വളരെ ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ എക്സാമ്പിൾ മൊബൈലൊന്ന് തുറന്നു നോക്കി കഴിഞ്ഞാല് അല്ലെങ്കിൽ അപ്പൊ അവരൊരു സ്പേസ് ഭയങ്കരമായിട്ട് കാണാം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പോഴും എന്താ പറയാ ഇതുപോലെ പഴയ ചിന്താഗതികള് ആളുകളുണ്ട്. അവരെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതിന് വേറൊരു എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത് നമ്മള് ഒരു വീഡിയോ ഞാൻ കണ്ട്, ഒരു താത്ത മണാലി പോയിട്ട് ഭയങ്കര രസമായിട്ട് സൂറ ഖദീജ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ട്. അപ്പൊ ഒരാൾ വന്നിട്ട് പറയണത് അവർ ഇത്ര വയസ്സായിട്ട് പോവാൻ അവർക്ക് ഇതില്ലേ, ഉസ്താദ് വന്നിട്ട് പറയണ. അപ്പൊ അവർക്ക് വീട്ടിലിരുന്നൂടെ? അപ്പൊ ഇത് ഇപ്പൊ ഈ ആളാരാണ് അവരവർ ഏറ്റവും നല്ല മൊമെന്റ്സ് ആലോചിച്ചിട്ട് വേറെ ആൾ വന്നിട്ട്. അപ്പൊ ഇത്തരം ചിന്താഗതികൾ ചിന്തിക്കുന്ന ഈ ചിന്താഗതികളാണ് മാറ്റേണ്ടത്. ആ മാറ്റമാണ് ഫാത്തിമ പറഞ്ഞിട്ടുള്ളത്, പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം 1001 നുണകളില് യു വർ ദി എഡിറ്റർ, സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു. ആൻഡ് ഇപ്പൊ ഒരു ഡയറക്ടർ, ഒരു ഡെബ്യൂ ഡയറക്ടറിന് ഇത്രയും വലിയൊരു അംഗീകാരങ്ങൾ കിട്ടുക അല്ലെങ്കിൽ 5 അവാർഡ്സ് നേടുക, അപ്പം അത് ഭയങ്കര. ഇനിയിപ്പം രണ്ടാമത്തെ സിനിമ എടുക്കുമ്പോൾ ഏതൊരു തീം അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു ജോണറി ആയിരിക്കും എന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ ഇപ്പോൾ? എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ഈ പടം ചെയ്യുമ്പോൾ. ഈ പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ IFFKയിൽ എത്തിയപ്പോൾ ഒരുപാട് റെസ്പോൺസ് കിട്ടി, ആളുകൾ ചിരിച്ച്. അപ്പൊ ഞാനിത് ആ റെസ്പോൺസ് വെച്ചിട്ട് പല ആൾക്കാർ വിളിച്ചു പറഞ്ഞു എന്നാ പടം റിലീസാവാ. അപ്പൊ ഞാൻ ഒരുപാട് പേര് എന്റെ പടം തിയേറ്ററിൽ കണ്ടു, ഭയങ്കര ഹിറ്റ്, അത്രയും പ്രതീക്ഷയിലായിരുന്നു.
ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റാർ വെച്ചിട്ട് ഒരു കൊമേഴ്ഷ്യൽ സ്ഥിരം ചെയ്യുന്ന പോലെ ഒരു ഫൈറ്റ് പടം ചെയ്താലാണ് ഈ തിയേറ്ററുകളിൽ വർക്ക് ആവുന്നുള്ള ചിന്ത എനിക്ക് പേഴ്സണലി വരുന്നത്. കാരണം ഞാനിപ്പോ ഒരു നല്ലൊരു കഥ പടം ചെയ്ത് ആളുകളെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു പടം ചെയ്ത് എന്നിട്ട് പോലും എന്റെ പടം ഇപ്പോഴും ആളുകൾ കാണാൻ ഭയങ്കര മടി കാണിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ രണ്ടാമത്തെ പടം എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിന് ഞാനിപ്പോ റീതിങ്ക് എന്തോട്ട് ചെയ്തു ഞാൻ ഏത് തരത്തിലുള്ള സിനിമ ഇവിടെ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്ത് ഏത് പടം ചെയ്യണം എന്നുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എഡിറ്റ് 10-15 പടങ്ങൾ പോർട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ട്യൂഷൻ വീട് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്ത് ഒരു 10-16 എപ്പിസോഡ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബില്. പിന്നെ ഷോർട്ട് ഫിലിംസ് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര എക്സ്പീരിയൻസുകൾ എനിക്ക് ഇപ്പൊ ഞാൻ ഏറ്റവും ഞാൻ ട്യൂഷൻ വീട് എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ ഇതുപോലെ ഫാത്തിമ പോലെ ചെറിയൊരു വീടും വീടിന് ചുറ്റും ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ വീടിന്റെ മുറ്റത്ത് നിന്നിട്ടാണ് വിശേഷം മൊത്തം ഷൂട്ട് ചെയ്യണത്. അപ്പൊ അത് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് അതിനെ പിള്ളേരെ അഭിനയിപ്പിക്കുന്നത്. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫാത്തിമ ചെയ്യാൻ. ഇപ്പം വെയ്ഫെയർ ഫിലിംസ് പോലെ ദുൽഖർ സൽമാന്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇതിന് റിലീസ് ചെയ്യുന്നു. അപ്പം ഡെബ്യൂ ആയിട്ട് വരുന്ന ഡയറക്ടേഴ്സിന്, അതായത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ അങ്ങനെ വരുന്നുണ്ടാവും, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വരുന്നുണ്ട്. എത്രത്തോളം ഈ ഒരു സപ്പോർട്ട് ശരിക്കും ആവശ്യമാണ് ഫിലിം? ഞാന് ഫാത്തിമ ഡിസംബർ ലൈഫൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇതൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും ഫലം കാണുന്നില്ല. അപ്പൊ ഞാൻ ഓൾറെഡി തളർന്നു. ഇനിയിപ്പോ എവിടെ പോകും ഞാൻ എന്നുള്ള സ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ വേഫറിന്റെ അടുത്ത് ഒരു കഥ പറയാൻ പോയതാണ്. കഥ പറയാൻ പോയപ്പോ ഞാൻ കഥ പറയുന്ന ശേഷം പറഞ്ഞു ഇതാണ് ഞാൻ ചെയ്ത പടത്തിന്റെ ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പടത്തിന്റെ ട്രെയിലർ കണ്ടത്. അപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, റിലീസായി ഇല്ല, റിലീസായിട്ടില്ല, ഞങ്ങൾക്കൊന്ന് പ്രിവ്യൂ ലിങ്ക് കാണിച്ചു തരുമോ ചോദിച്ചപ്പോ അയച്ചു കൊടുത്ത് അവര് കണ്ട് പ്രിന്റായി പറഞ്ഞു. ആ സമയത്തും അവരിന്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഫാസിലെ ഞങ്ങൾ ഇതിന്റെ ഒരു കൊമേഴ്ഷ്യൽ എന്താണ് എന്നല്ല ഞങ്ങൾ നോക്കുന്നത്, ഇത്തരം സിനിമകൾ ആളുകൾ കാണണം. അപ്പൊ എത്ര ഈ ലോക പോലത്തെ ഉള്ള കൊമേഴ്ഷ്യൽ വൻ സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഫാത്തിമ പോലുള്ള ഒരു പടം അവർക്ക് ചെയ്യാൻ കാണിച്ചൊരു, അപ്പൊ അവര് ഈ സിനിമയോട് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത ഒക്കെ ഉണ്ടല്ലോ, അത് ഫെയർ വന്നതുകൊണ്ടാണ് ഈ പടം വന്ന് ഓണായി തിരിച്ചു വീണ്ടും തിയേറ്ററിലോട്ട് എത്താൻ കഴിഞ്ഞത്. അതിന്റെ അപ്പുറത്ത് ആളുകളോട്ട് ഫാത്തിമ ഒന്നുകൂടി എത്തിക്കാൻ കഴിഞ്ഞ് ഇപ്പൊ ചർച്ച ചെയ്യുന്നതൊക്കെ വേഫറിന്റെ പേരിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്ര ഒരു പ്ലാറ്റ്ഫോം വേഫർ തന്നത്. അപ്പൊ ഇത്ര സിനിമകളും അവര് ഒപ്പം ചെയ്യുന്നുള്ളതിൽ നമുക്ക് മലയാള സിനിമയിൽ ഇതുപോലത്തെ ചെറിയ കണ്ടന്റ് ചെയ്യുന്ന, പക്ഷെ ഇതൊക്കെ സക്സസ് ആവണം. ഇപ്പൊ അവര് ഫാത്തിമ അവര് വേഫർ ചെയ്ത്, അപ്പൊ ഇതൊരു മിനിമം രീതിയിൽ ഒരു തിയേറ്ററിൽ വർക്ക് ആയി കഴിഞ്ഞാൽ അവർക്കും അടുത്ത ഇതുപോലുള്ള പടങ്ങൾ ചെയ്യാനുള്ള, അപ്പൊ അത് എന്റെ പോലുള്ള പുതുമുഖ സംവിധായകർക്ക് ഭയങ്കര എളുപ്പം. അപ്പൊ ഞാൻ ഈ സിനിമ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് എന്റെ നാട്ടുകാരെ വെച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടാണ്, ഒരു സ്റ്റാർ പോലും ഇല്ല, അത് വലിയ ടെക്നിക്കൽ ക്വാളിറ്റി ഇല്ല, ചെറിയ ക്യാമറ പിടിച്ച് ചെയ്തതാണ്. ഇത്ര സിനിമകൾ ഇവിടെ സംഭവിക്കണം. എന്നിപ്പോ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്, സ്റ്റാർസിന് പിന്നാലെ അവിടെ പിന്നാലെ പോയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റുന്ന സോഴ്സ് വെച്ച് പടം ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്ത് ഞാനൊക്കെ ചെയ്ത് കാണിച്ചു. ഞാൻ എപ്പോഴും പറയും ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഞാൻ പടം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഇനി പടങ്ങൾ സംഭവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ തിയേറ്ററിലോട്ട് ആളുകൾ ഇപ്പൊ ഇന്ന് ഫാത്തിമ തിയേറ്ററിൽ ഒരു വർക്കായി കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിയെന്നുണ്ടെങ്കിൽ നാളെ വേഫെയറിന് ഇതുപോലെ പടങ്ങൾ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. ആൾക്കാർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടോ? അതായത് കൂടുതൽ അവാർഡ്സ് കിട്ടുന്ന മൂവികളിലെ തിയേറ്ററിൽ എന്റർടൈൻ ചെയ്യാത്ത ആളുകളാണ്, കൊമേഴ്ഷ്യൽ ഹിറ്റ്സിലായിരിക്കും ആളുകൾ ഏറ്റവും കൂടുതൽ കാണാൻ പോവാ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നല്ല സിനിമയാണെങ്കിൽ ആളുകൾ പോയി കാണും, അപ്രിസിയേഷൻ അറിയിക്കും എന്ന് തോന്നുന്നു. ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്നോട് പലരും പറഞ്ഞു ഈ പോസ്റ്ററിൽ അവാർഡ് പടത്തിന്റെ എംബ്ലം വെക്കണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അപ്പൊ ഇവിടെ നിന്ന് എനിക്കൊന്ന് അവാർഡ് കിട്ടണ്ടായിരുന്നില്ല. മീൻസ് ആളുകൾ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഇത് അവാർഡ് പടം ഒരു ഇതിങ്ങനെ വെക്കുമ്പോ അത്തരത്തിലാണ് ആളുകളുടെ ചിന്ത പോണത്. എനിക്ക് തോന്നുന്നു ഞാൻ ആ സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ഇതൊരു അവാർഡ് സിനിമ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഒരു അങ്ങനത്തെ ഒരു അവാർഡ് സിനിമ രീതിയിൽ ഞാൻ ഇതിനെ ഒരിക്കലും ഞാൻ നോക്കി കണ്ടിട്ടില്ല. നമുക്ക് ലാഗ് അടിക്കുന്ന ഒരു സീൻ പോലും ഇല്ല, ഫുൾ കോമഡി. ഞാൻ നല്ല സിനിമ ചെയ്യാന്നുള്ള പ്ലാനിൽ ആൾക്കാരെ എത്രത്തോളം എന്റർടൈൻ ചെയ്യിപ്പിക്കാന്നുള്ള ഇതിൽ ചെയ്തത്. ഇതിന് അവാർഡ് കിട്ടിയെന്നുള്ളത് അത് നമ്മൾ പറഞ്ഞ കണ്ടന്റും നമ്മൾ യൂട്യൂബ് രാഷ്ട്രീയം അത് വേണ്ടാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇപ്പം ഈ ഫിലിം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു അപ്രിസിയേഷൻ ആരിൽ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തതിൽ വെച്ചിട്ട് ഓക്കെ ഇത് പിന്നെ ഐ വൺ ഇൻ ലൈഫ് എന്ന് തോന്നിപ്പോയ ഒരു മൊമെന്റ്? ഒരുപാട് ലൈഫൊക്കെ സമയത്ത് ഒരുപാട് എല്ലാവരും പേരെടുത്ത് ഓർമ്മയില്ല, ഒരുപാട് സാധനങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഇന്ത്യയിൽ തന്നെ നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോൾ പല പല മെയിൻ സ്ക്രോള്, മീനാക്ഷി ഷെഡ്, അങ്ങനെ ഒരുപാട് പേരൊക്കെ ഇതിനെ പറ്റി ഭയങ്കരമായിട്ടുള്ള നമ്മൾ ചർച്ച ചെയ്തും റിവ്യൂ ചെയ്യലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് എന്റെ ഉള്ളിലായിട്ട് ഏറ്റവും വലിയൊരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ
രണ്ടു സംഭവം. ഇന്നലെ ഞാൻ ഷാനൈസിൽ PVR പോയി. PVR പോയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ പോയി. അപ്പൊ കുമാർജി ഇങ്ങനെ പറഞ്ഞു, നിങ്ങള് കുറച്ച് കുഴപ്പമില്ലാത്ത തൊഴുതുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഒന്ന് പറയണം, 5 പേരുടെയെങ്കിലും ആൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പടത്തിന് ആൾക്കാർ വരുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇത് ഞാൻ തന്ന് കഴിഞ്ഞാൽ ആ ചേച്ചിന്റെ അടുത്ത് ഒന്ന് കൈയൊക്കെ തന്നു പോയി. ഇന്ന് രാവിലെ ഞാൻ എണീക്കുമ്പോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടപ്പോ ആദ്യം ഇവരെ റിവ്യൂ കാണുന്നത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പത്തെ നല്ലതാണ്, എനിക്ക് രസമായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്കത് വായിക്കുമ്പോ ഇങ്ങനെ സന്തോഷം കണ്ട ഒരു കണ്ണിലിങ്ങനെ വെള്ളം വരുന്നുണ്ട്. അവസാനം 37 എഴുതി, ഇതിന്റെ പോസ്റ്റ് കണ്ടിട്ട് ഒരു 5 പേരെങ്കിലും ഈ പടം കാണാൻ പോയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷമാകുന്നു പറഞ്ഞു. ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവൽ സമയത്ത് ഈ പടം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഒരു ചേച്ചി അമ്മച്ചി വന്നിട്ട് ഇന്നെ കെട്ടിട്ട് പിടിച്ചു. കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ നിന്നു. അപ്പൊ ഞാനിങ്ങനെ സ്റ്റക്കായി പോയി. എനിക്ക് ഇമോഷൻ കറക്റ്റ് കിട്ടി. ഇതിന്റെ അടുത്ത് എന്ന് പറഞ്ഞു നന്നായിട്ട് ഇട്ടിട്ട് മോനെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കുണ്ടായി. അപ്പൊ ഞാൻ വിചാരിക്കുന്ന 37 അത്രയും കാലം ഇപ്പൊ ഫാത്തിമാനെ പോലെ ജീവിച്ച്, ഫാത്തിമാനെ പോലെ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ചോദ്യം പറയാൻ കഴിയാത്ത വന്ന ഒരു ചേച്ചി ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ അത്തരത്തിലുള്ള കുറെ സ്ത്രീകളുടെ ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോ ഒരു താത്ത പറഞ്ഞു, എന്റെ ലൈഫാണിത്, ഇതൊരു കണ്ണ് നിറണ്ട പറയണത്. എനിക്ക് ഭയങ്കര ഇതിന്റെ അടുത്ത് കുറെ നേരം സന്തോഷിച്ചിട്ട് പോയത്. അപ്പൊ ഇങ്ങനെ കുറെ സാധാരണക്കാരെ ഇങ്ങനത്തെ കുറെ കമന്റ്സ് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഫിലിംസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരെ എംപവർ ചെയ്യിക്കാനും ഉള്ള ഒരു മീഡിയം കൂടി ആയി മാറും എന്നുള്ളത്. അതെ അതെ. അപ്പൊ എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ലൈക്ക് ഈ ഫെമിനിസ്റ്റ് ഫാത്തിമ എല്ലാവരും ഇപ്പൊ ഓൾറെഡി കണ്ടു, ഇനിയും കാണാൻ ഒരുപാട് പേരുണ്ട്. ആൻഡ് ഓൾസോ ഈ ഡെബ്യൂ ഡയറക്ടേഴ്സ് ഇങ്ങനെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിലിം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോടും എന്താണ് പറയാനുള്ളത്? എന്റെ ആദ്യ സിനിമയാണ്. എല്ലാരും പറയും മലയാളം ഓഡിയൻസ് പുതിയ സിനിമകളെ അല്ലെങ്കിൽ പുതിയ കണ്ടന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ് ആണ് ഭയങ്കര. അപ്പൊ എന്റെ സിനിമ അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു അവാർഡ് ഇതൊരു അവാർഡ് പടം അല്ലെങ്കിൽ സ്റ്റീരിയോ അവാർഡ് ടൈപ്പ് പടമല്ല. ഒരു ഫൺ മൂവിയാണ്. എല്ലാവർക്കും തിയേറ്ററിൽ കൈയടിച്ച് ചിരിച്ച് കണ്ടിട്ട് കാട്ടുന്ന സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്നെ പോലെ ഉള്ള പുതിയ സംവിധായകരെ സപ്പോർട്ട് ചെയ്ത, ഇത്രയും കഥകളെ ഇത്രയും സിനിമകളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇനിയും ഇതുപോലുള്ള സിനിമകൾ മലയാളത്തിലും ഒക്കെ സംഭവിക്കും. പുതിയ സംവിധായകന്മാരെ എല്ലാവർക്കും അതൊരു പ്രചോദനം ആവട്ടെ. ഞാനും തിയേറ്ററിൽ പോയിട്ട് പടം കാണാം. Thank you so much and congratulations for winning those 5 awards. Thank you. And wishing you all the best. Thank you.